പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരുടെ കൈമുറിച്ച സംഭവത്തിൽ ആശുപത്രിയുടെ വാദങ്ങൾ പൊളിയുകയാണ്. സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. രക്തക്കുഴലിലെ ചതവ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുട്ടിയുടെ കൈയിലെ പേശികൾക്ക് ക്ഷതം സംഭവിച്ചിരുന്നുവെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേർന്നുണ്ട്. അനഘ, എന്തായാലും കൂടുതൽ കണ്ടെത്തലുകൾ പുറത്തുവരികയാണ്. എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ? ാണെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. അതായത് ഈ കുട്ടിയുടെ പരിക്ക്, ഈ കുട്ടി ഈ കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഈ ചികിത്സ തേടുന്നത്. ആ സമയത്ത് ഈ കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയാണ് ഉണ്ടായത്. ഈ സമയം ഈ കുട്ടിക്ക് എത്രത്തോളം പരിക്കുണ്ട്, ഈ പരിക്കുകൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. മാത്രമല്ല, രക്തക്കുഴലിലെ ചതവ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുട്ടിയുടെ കയ്യിലെ പേശികൾക്ക് ക്ഷതം സംഭവിച്ചിരുന്നു. പേശികൾ തകർന്നതോടെയാണ് രക്തം വാരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ രക്തം കട്ട പിടിച്ചത് അണുബാധയ്ക്ക് കാരണമായി. ഈ അണുബാധയാണ് ഈ 9 വയസ്സുകാരുടെ കൈ മുറിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് സംസാരിച്ച സമയത്ത് ഈ ആശുപത്രി അധികൃതർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് പാലക്കാട് ജില്ലാ ആശുപത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു. അതിനിടയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ കൃത്യമായി തന്നെ പറയുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച, അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ആ അനാസ്ഥയുടെ ഫലമാണ് ആ 9 വയസ്സുകാരുടെ വലത് കൈ മുറിച്ചു മാറ്റുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് ആദ്യഘട്ടത്തിൽ. അതായത് 24-ാം തീയതി കുട്ടിയെ ചികിത്സിച്ച സമയത്ത് കുട്ടിക്ക് പ്ലാസ്റ്റർ ഇടുകയാണ് ചെയ്തത്. ഇത് കുട്ടിയുടെ അമ്മയും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. കുട്ടിക്ക് ആ സമയം കയ്യിൽ മുറിവുണ്ടായിരുന്നു, പക്ഷെ ഈ മുറിവിന് കൃത്യമായ ചികിത്സ നൽകിയില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്യാനാണ് സാധാരണ ഡോക്ടർമാർ നിർദ്ദേശിക്കാറ്. പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായില്ല. കുട്ടിക്ക് കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ആശുപത്രിയെ സമീപിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഒരു നടപടിയും പിന്നീട് വരാനാണ് ഈ പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർ പറഞ്ഞത്. അങ്ങനെ നിരന്തരം ഒരു ഘട്ടമായി ഉണ്ടായിരിക്കുന്ന ചികിത്സാ പിഴവിന്റെ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ആ 9 വയസ്സുകാരിയുടെ കൈ മുറിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരും ആ വീഴ്ച തുറന്നു പറയുകയാണ് എന്നതാണ്. ഈ കുട്ടിയുടെ പരിക്കുകൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. മറ്റൊന്ന്, ഇവർ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഈ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടതിൽ തെറ്റില്ല എന്നതാണ്. അതാണ് ഈ പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതരും പറയുന്നത്. അതിനിടയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് മുറിവുണ്ടായിരുന്നു, അതുപോലെ തന്നെ കയ്യിലെ രക്തക്കുഴലുകൾക്ക് ചതവുണ്ടായിരുന്നു, ഇതൊന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതരടക്കം മൂടി വെക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ ഇത്തരം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഈ മറ്റ് നടപടികളിലേക്ക് എങ്ങനെയാണ് കടക്കുക എന്നതാണ്. കുടുംബവും വളരെ ആശ്വാസകരമാണ് ഇത്തരത്തിലൊരു നിലപാട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടി കുടുംബം കൂടി പറയുന്നുണ്ട്. വിഷ്ണു.